അപ്പോൾ നിങ്ങളുടെ ഈ പ്രയത്ന എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ സൈക്കോളജിസ്റ്റ്, പിന്നെ സ്പെഷ്യൽ അങ്ങനെ ആരൊക്കെയാണോ ഇതിനകത്ത്? ഇതൊരു ടീമായിരിക്കുമല്ലോ, ആരൊക്കെയാണോ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഇതിനകത്ത് നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോളജി തന്നെ 2 ടൈപ്പ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയർ മാനേജിങ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ABA തെറപ്പി എന്ന് പറയും. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തന്നെ BEd പഠിച്ചതിൽ ഓട്ടിസത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്ത ഡിഗ്രി ഓട്ടിസത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്, ലേണിംഗ് ഡിഫിക്കൽറ്റിയിലും സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്, പിന്നെ ഇൻ്റലക്ച്വൽ ഡിഫിക്കൽറ്റി ചെയ്തവരുണ്ട്. അതൊരു ടീം. പിന്നെ ഉള്ളത് നമുക്ക് സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ്, പിന്നെ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. പീഡിയാട്രിഷ്യൻ, ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യന്, സൈക്കാട്രിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, നമുക്ക് കൺസൾട്ടൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കുട്ടി വന്നു കഴിയുമ്പോൾ ആ കുട്ടീനെ നമ്മൾ അസസ് ചെയ്ത് പ്രൊഫൈൽ ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഡിഫറെൻറ്റ് ഡൊമൈൻസാണ് നമ്മൾ നോക്കുന്നത്. അവൻ്റെ സംസാരം, അവൻ്റെ അറ്റൻഷൻ, അവൻ്റെ മോട്ടോർ സ്കിൽസ്, അവൻ്റെ റൈറ്റിങ്, അവൻ്റെ പെരുമാറ്റം, ഇതെല്ലാം പല പല ആളുകൾ നോക്കുന്നെങ്കിലും ഇതിനെല്ലാം നമ്മൾ അസസ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയ ടെസ്റ്റുകൾ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി NRI പേരൻസ് വരുന്നുണ്ട്. അപ്പം അയർലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളിൽ ഇങ്ങനെയുള്ള ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ ലോങ് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഇപ്പോൾ UK ഇപ്പോൾ ഒരു കുട്ടിക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ മിനിമം 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. അവിടെ അപ്പോയിൻമെൻറ്റ് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അയർലൻഡിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന അവിടുന്ന് ഒരു പേരൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് അവിടെയും വാലിഡാണ്. ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടീം ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഇവരുടെ ഗോളിനെ നമ്മളൊരു സ്മാർട്ട് ഗോളാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പേരൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീമിൽ എല്ലാവരും ചേർന്ന് സ്പീച്ച് തെറപ്പിസ്റ്റും, ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റും, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും, സൈക്കോളജിസ്റ്റും എല്ലാം ചേർന്നിരുന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഈ ഗോള് എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഒരു ഓവർലാപ്പ് ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ ആ പേരൻറ്റ് നോക്കുമ്പം അവിടെ ഇത് ചെയ്യുന്നുണ്ട്, ഇവിടെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം ഓൾ അണ്ടർ വൺ റൂഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ചെയ്യുമ്പം പേരൻറ്റുമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. ഒരു മന്ത്ലി റിവ്യൂ ഉണ്ട്. അപ്പം 1 മാസം തെറപ്പി കൊടുത്ത ശേഷം എന്തൊക്കെയാണ് പ്രോഗ്രസ്, ചേഞ്ചസ് ഉള്ളത്. അതുപോലെ പേരൻറ്റിനും നമ്മൾ ഹോം പ്രോഗ്രാം കൊടുക്കും. കാരണം നമ്മൾ പേരൻറ്റിൻ്റെ കൂടെ ഇരുത്തേ ചെയ്യുന്നത്. പേരൻറ്റിൻ്റെ കൂടെ ചെയ്യുമ്പം അവർക്ക് നമ്മൾ ചില ടാസ്ക് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സ്കിൽസ് ഇപ്പോൾ കുട്ടി ആ ഒരു തെറപ്പിസ്റ്റിൻ്റെ റൂമിലിരുന്ന് അച്ചീവ് ചെയ്തു. അതായത് ഇപ്പോൾ കുട്ടി ഒരു 4 ബോർഡ് പസിൽ ചെയ്തു, അല്ലെങ്കിൽ കളർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തു. ആ സ്കില്ലിനെ അല്ലെങ്കിൽ അവൻ ബട്ടണിങ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവൻ ചോറെടുത്ത് കഴിക്കാൻ പഠിച്ചു. ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യണം. ഇപ്പോൾ കുട്ടിയുടെ ചോദിക്കുകയാണ് പേരൻ്റ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ സ്കൂളിലെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്. ഇതെല്ലാം പേരൻ്റെയും നമ്മൾ ഫീഡ്ബാക്ക് വാങ്ങിച്ച ശേഷമാണ് നമ്മൾ അക്നോളജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടീം വർക്കായിട്ട് പോകുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള തെറാപ്പി സെൻറ്ററുകൾ കേരളത്തിലും പുറത്തൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ പല സംഭവങ്ങളുടെയും കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എറണാകുളത്താണ്, പലതും സിറ്റിയിലായിരിക്കും. ഈ പാരൻസിന് ഈ കുട്ടികളെ കൊണ്ട് സ്ഥിരമായിട്ട് വന്നു പോകാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്, നത്തിങ് ഈസ് ഫ്രീ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ സേവനങ്ങളൊക്കെ വരണം. ഐ ഡോണ്ട് തിങ്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് ഇതുപോലുള്ള സേവനങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്തെ കാര്യങ്ങൾ? അതായത് എങ്ങനെയാണ് നല്ലൊരു തെറാപ്പി സെൻറ്റർ നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ മാത്രമല്ല പല കാര്യത്തിലും എങ്ങനെയാണ് ഒരു റൈറ്റ് തെറാപ്പി സെൻറ്റർ നമുക്ക് പാരൻസിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കേരള ഗവൺമെൻറ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. തീർത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലെ കുറച്ച് പ്രോജക്റ്റുകൾ ഓട്ടിസത്തിനും ഏർലി ഇന്റർവെൻഷൻ തുടങ്ങിയിട്ടുണ്ട്, പല മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള മാൻ പവർ ഇല്ല. പക്ഷേ പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ തെറാപ്പിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, ഇവരൊക്കെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൗൺസിൽ നമുക്കുണ്ട്. അപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൗൺസിലിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണെന്ന് അത് നമ്മൾ ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കണം പ്രത്യേകിച്ച്. കാരണം പല സ്ഥാപനങ്ങളിലും ബോർഡ് കാണും, പക്ഷേ അകത്ത് നോക്കുന്നത് ക്വാളിഫൈഡ് ആളാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, വെബ്സൈറ്റിൽ അവരുടെ പേരുണ്ടോ, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പേരൻസ് ഇത് ടൈം ടേക്കിംഗ് ആയതുകൊണ്ടും കുറച്ച് സമയം കൂടുതൽ ചിലവാക്കണം. അപ്പോൾ ദൂരത്തുനിന്നുള്ള പേരൻസ് ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
4-5 സെഷൻസ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരത്തുനിന്ന് വരുന്നെങ്കിൽ, എല്ലാവർക്കും സമയമില്ലെങ്കിൽ, പേരൻ്റ് അത്യാവശ്യം ഒരു ഗ്രാസ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് ഒരു 4-5 സെഷൻസ് അവർ വരാൻ പറഞ്ഞ ശേഷം അവരോട് പേരൻറ്റിന് നമ്മൾ ഓൺലൈനായിട്ട് വീക്ക്ലി 1 or 2 സെഷൻസ് ഓൺലൈനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് അവർ ചെയ്യുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NRI പേരൻസ് വന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നിന്നിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് എക്സ്പെൻസീവാണ്, രണ്ടാമത് സെഷൻ കിട്ടത്തില്ല. അപ്പോൾ അവർ ഓൺലൈനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രയത്നം ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഫീസ് ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണാറില്ല. ഫീസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ CSR പ്രോജക്റ്റ് തന്നെ അവർക്ക് കൺസെഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആരും ഫീസില്ലെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരാളെ നമ്മൾ തിരിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ട നമ്മൾ കൺസെഷൻ കൊടുത്ത് നമ്മൾ അവരെ മാനേജ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പേരൻസ് ഒത്തിരി സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സെൻറ്റർ. പ്രധാനമായിട്ടും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചില പേരൻസ് പറയും ഞങ്ങൾ കുറേ നാളൊരു തെറാപ്പി സെൻറ്ററിൽ പോയി, പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അവർ ക്വാളിഫൈഡ് ആളല്ല. അപ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും ക്വാളിഫൈഡ്, ബാക്കി ആൾക്കാരെല്ലാം ട്രെയിൻ ചെയ്തേക്കുന്ന ആളുകളായിരിക്കും, അവർ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഇതെന്താ വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രശ്നം വെച്ചാൽ ഇവർ പുറത്ത് പറയത്തില്ല. കാരണം ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോൾ അവർ പുറത്ത് പറയാത്തത് കൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഇങ്ങനൊരു സ്ഥാപനത്തിൽ പോയി പറ്റിക്കപ്പെട്ടാലും ഇവർ പുറത്തേക്ക് വന്ന് പറയുന്നില്ല. പിന്നെ ട്രാൻസ്പെറൻസി ഇല്ല. പേരൻറ്റിനെ അകത്തിരുത്തി കൊടുക്കുന്ന തെറപ്പി കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഇവർ പോകാൻ പാടുള്ളൂ. അതായത് പേരൻസിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. കാരണം നമ്മൾ കൂടെ ഇരുത്തി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ഇതിപ്പോൾ ഒരു മെഡിസിൻ അല്ല കൊടുക്കുന്നത്, മരുന്നല്ലല്ലോ. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പേരൻ്റ് കൂടെ ഇരുന്നെങ്കിലേ ഉള്ളത് മനസ്സിലാക്കി വീട്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 സെഷൻസൊക്കെ കുട്ടി അത്ര കോപ്പറേറ്റീവ് ആണെന്ന് നിർബന്ധമില്ല. പിന്നീട് കുട്ടി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില പേരൻസ് വരുമ്പം പറയും കുട്ടി പഴം കഴിക്കുന്നില്ല എന്ന് പറയാതിരിക്കുക. പക്ഷേ നമ്മൾ തെറപ്പിസ്റ്റ് കൊടുക്കുമ്പോൾ കുട്ടി പഴം കഴിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം അത്. അപ്പോൾ ആ കുട്ടി ആ ബിഹേവിയറിനെ ഒരു അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതൊരു ലേൺഡ് ബിഹേവിയറാണ്. അമ്മ പറയുമ്പോൾ ചെയ്യുന്നില്ല, നേരെ വരെ ചിലപ്പോൾ അച്ഛൻ കൂടുതൽ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വെച്ചാൽ പൊതുവേ ചില ഫാമിലിയിൽ അമ്മ വർക്കിംഗ് അല്ല, ഹോം മേക്കർ ആണെങ്കിൽ, അച്ഛൻ ബിസി ആണെങ്കിൽ അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം കിട്ടുമ്പം കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായി. പക്ഷേ അമ്മ രാവിലെ തൊട്ട് അത് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ അമ്മയായിട്ടൊരു ചെറിയൊരു അവർഷം കാണും. അപ്പോൾ നമ്മൾ ചില ബിഹേവിയേഴ്സ് നമ്മളുടെ വീട്ടിലുള്ള പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പേരൻറ്റിനോട് കൂടെ അകത്തിരുന്ന് തെറപ്പിസ്റ്റിനോട് ചേർന്ന് ഈ തെറപ്പി സെഷനെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരിക്കലും പിന്നെ അത് തെറപ്പിസ്റ്റിന് മുമ്പ് ചെയ്ത കാര്യം ഒരിക്കലും വീട്ടിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പോൾ അവൻ പിന്നെ ചെയ്തു തുടങ്ങും. അപ്പോൾ അവന് പിന്നെ അവിടെ ഒരു ചെറിയൊരു കളത്തരം കാണിക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്.